ഇന്ന് മുതൽ വീഡിയോ ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച്. ഇന്ന് മുതലല്ല, ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഉള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഞങ്ങൾ ബോയ്സ് എല്ലാവരും കൂടി ഒരു പഴയൊരു ഹോസ്റ്റൽ വൈബ് പിടിക്കേണ്ടിയിട്ട് ഒരു റൂം എടുത്ത് സെറ്റായി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളെ റൂമും കാര്യങ്ങളും വീട് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ പറയാം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഞാൻ രണ്ടാളാണ് അവിടെ ഉള്ളത്. ബാക്കി എല്ലാവരും കൂടെ എന്താ പറയുക 2-3 ദിവസത്തിനുള്ളിൽ വരും. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഉണ്ടാക്കുന്ന പരിപാടിയും പിന്നെ ഞങ്ങളെ റൂം ക്ലീനിങ്ങും അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളായിട്ട് പോകുന്നു. മെയിൻ പരിപാടി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റിന് വലുതായിരുന്നില്ല. പഴവും മുട്ടയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അടുത്ത ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഞങ്ങളെ ലഞ്ച് ഡിന്നർ വേണ്ട സാധനങ്ങൾക്കൊക്കെ വേണ്ടത് ഇന്ന് പോയി പർച്ചേസ് ചെയ്യണം. നമ്മുടെ മെയിൻ വ്ളോഗ് തുടങ്ങിയിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാന്നല്ലാണ്ട് വേറെ ഒരു വഴിപാടില്ല. പരിപാടി ഫുഡ് ഉണ്ടാക്കുക. പഴം വിത്ത് മുട്ട, വേറെ ഒന്നുമില്ല ഇത് കഴിക്കാൻ. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കാറില്ല. മുട്ട പുഴുകുന്നത് അല്ലെങ്കിൽ ഒരു ഓംലേറ്റ് അടിക്കുന്നത്, പിന്നെ അതിൻ്റെ പഴം കഴിക്കുന്നത്, അത്ര തന്നെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷോപ്പിംഗ് പരിപാടിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ മാസ്റ്റർ ഷെഫ് നോക്കുമ്പോൾ പഴം മുട്ട എടുത്ത് അടുക്കളയിലേക്ക് പോയിട്ടുണ്ട്. എന്താ അവസ്ഥ നോക്കാം. പഴം മുട്ട എടുത്തില്ലേ? പഴവും മുട്ടൊക്കെ സിമ്പിൾ ഉണ്ടാക്കണ. ഒഴുകാനായിട്ട് വെള്ളം നോക്കുമ്പോൾ വെള്ളം ഫുള്ള് കാലി. അപ്പോൾ പോയി കോരുമില്ല, വേറെ വഴിയില്ല. താഴെ കിണറുണ്ട്, താഴ്ച നോക്കട്ടെ. രാവിലെ തന്നെ ഒരു നല്ല ചിലവുണ്ടാക്കി വെച്ചിട്ടുണ്ട്. മൈക്കിൻ്റെ കണക്ടർ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ അവസ്ഥ അറിയില്ല. വെള്ളം കോരാൻ പോകുമ്പോലും മൈക്ക് എടുത്ത് പോകുന്നതിൻ്റെ ആത്മാർത്ഥതയെ ഞാൻ പൊട്ടിയാ അടിപൊളി. ചിലവാണ്ടി വന്നിക്കില്ല, റെഡിയായി. സെക്യൂരിറ്റി എന്തായി? അല്ലല്ല, ഞാൻ താഴോട്ട് എടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. മണ്ടന എന്ത് പറഞ്ഞാലും വിശ്വസിക്കൂ. അവനെ ഇന്ന് ക്യാന് വാങ്ങണം. ഈ ചെറിയ ഡബയിൽ വെള്ളം കോരി മടുത്ത്. ഇപ്പൊ അടി കയറി വരണം എന്നെ കാണുന്നെങ്കിൽ. വെള്ളം കോരാനും കയറാനും ഒക്കെ ഇറങ്ങി മടുത്ത്. ആ ചെറിയൊരു ഡബയിലാണ് കോരി കൊണ്ടുവരുന്നത്. വെറുതെ അല്ല, ഡെയിലി വന്ന് വേണ്ടി വരും. മറ്റേ വലിയ പാത്രം വാങ്ങണം. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഓരോ മിനിറ്റ് വെച്ച് കോരുമ്പോൾ കോരേണ്ടി വരും. നല്ല സൗണ്ട് ഉണ്ടല്ലോ. എന്റെ തൊണ്ടേനെക്കാട്ടും വലിയ സൗണ്ട് ഇന്നെ വെക്കുന്നുണ്ട്. വെള്ളം കോരി പോവാന്ന് പറഞ്ഞാല് ആ ഉള്ളു. ഒറ്റത്തൊട്ടി തന്നെ ഫുള്ള് നിറഞ്ഞേക്ക്. ബാക്കി ചെടിക്ക് കിടക്കട്ടെ. ഇന്ന് വാങ്ങണം. 2 ഫോൺ തിരിക്കാം. അയ്യോ അല്ല, കയ്യിൽ പോയി. ഈ ക്യാമറയിൽ ആരെയും പിടിക്കുന്ന എന്നെയോ അപ്പുറത്തോ. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്കുള്ള വെള്ളം ആകുക. അപ്പോൾ ഇന്നത്തേക്കുള്ള നമ്മളെ വെള്ളം കോരി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ കുക്ക് ചെയ്യാനും കാര്യങ്ങൾക്ക് ഒക്കെയുള്ള വെള്ളമായത്. ഞാൻ നമ്മളെ ഹൗസിന്റെ ഓണർ. ആരും കാട്ടി കൊടുക്കുന്നില്ല, നമ്മളെ വീട് തന്നെ. ഇന്നത്തേക്കുള്ള വെള്ളമൊക്കെ കോരി സെറ്റായി. ഇനിയിപ്പോൾ പാചകം തുടങ്ങണം. പിന്നെ കുറച്ചു നേരം മൂപ്പരോട് കഥയും പറഞ്ഞിരുന്ന നാട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച്, പിന്നെ പക്ഷിപ്പനിയെ പറ്റിയ ചർച്ച. ഫുൾ പക്ഷിപ്പനി തന്നെ. ഇവിടെ പക്ഷിപ്പനി വന്ന കാര്യങ്ങളും അതിനുശേഷം ഗവൺമെന്റ് അതിൽ ഇടപെട്ടതും പിന്നെ കോയിനെല്ലാം കൊണ്ടുപോയതും അതിനനുസരിച്ച് പേയ്മെന്റ് കൊടുത്ത് നോക്കാം. അപ്പൊ നമ്മള് ഒരു ചെറിയ ജനറൽ നോളജ് ഒക്കെ ആയിട്ട് നാട്ടിലെ ചിക്കനൊക്കെ കട്ടായി കിടക്കുകയാണ്. എന്താന്ന് വെച്ചാല് പക്ഷിപ്പനിയൊക്കെ വന്ന് എല്ലാവർക്കും കോയിനൊക്കെ നഷ്ടപ്പെട്ട്, കോയിലുള്ള ആൾക്കാർക്കൊക്കെ ഫണ്ട് കിട്ടിക്കുന്ന ഏട്ടൻ പറഞ്ഞത് അറിയില്ല. സർക്കാരിന്റെ അവസ്ഥയല്ലേ, കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ബാക്ക് ടു കിച്ചൺ. നമ്മൾ മുട്ടയും പഴവും അത് സാപ്പിട്ടിട്ട് നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക്.
സാധനം വാങ്ങാൻ. മുട്ട പുഴുങ്ങത്. അയ്യോ പഴം. ഒന്ന് രണ്ട് കാണിയില്ലേ, 3 കൈ വേണം. 2 കൈ കൊണ്ട് തന്നെ ഇത് വർക്ക് ചെയ്യുന്നില്ലേ? അതല്ല മോനെ, അപ്പുറത്തെ സ്വിച്ച്. സോറി, ഇത് താടാ. എന്താടോ 2 എന്താടാ? ഓക്കെ. ഇത് ലൈറ്റിന്റെ അല്ലേ? ഇന്നൊരു ദിവസമല്ലേ വന്നിട്ടുള്ളൂ ഞാൻ, അപ്പോഴത്തേക്ക് എല്ലാം പഠിക്കാൻ പറ്റുമോ? ഞാൻ വന്നിട്ടില്ലെങ്കിൽ പട്ടരയാ, അതാലോചിച്ചോ. അതെ അതെ, കാണുന്നില്ല. ആൾക്കാർ പഴങ്കേറ്റാ ചൂടാന്ന് വരെ കൊണ്ടേ ക്യാമറ വെച്ചു. ഇതാണ് അവസ്ഥ. വെള്ളം ഞാൻ ഷെഫാണ്. ഷെഫ് ആദ്യം ടേസ്റ്റ് ചെയ്തിട്ട് വിഷു എന്തുണ്ടെങ്കിൽ നമുക്ക് തരാൻ പാടില്ല. ഇവരോണോ പൈസ അങ്ങനെയാ. ഇങ്ങനെ വീഡിയോയിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ എന്തെങ്കിലും പണിയെടുക്കുന്നത് എനിക്ക് പാത്രമൊക്കെ കഴുകാന്നൊക്കെയാണ്. ഒന്നും ചെയ്യാനില്ല. ഫാൻസ് കണ്ടാല് എന്ത് പറയാൻ, ആകെ 4, 3, 7 ആളുണ്ട്. അപ്പോഴത്തേക്ക് എനിക്ക് ഫാൻസോ വെറുതെ തന്നെ. പാത്രത്തിങ്ങനെ പേസി പേസി പണിയെടുത്ത് വയ്യ. മുട്ടേന്റെ അവസ്ഥ എന്താ? എന്റെ ഒരു കണക്കൂട്ടൽ പ്രകാരം കൈ തൊടാനാവില്ല. അങ്ങനല്ല, അതെ, എന്തിനു വെച്ചാലും ചൂടാണോ? സാധനം പോയി വേണ്ട, ഫുഡ് കഴിക്കാൻ. സാറിപ്പോ ഇത് കഴുകിക്കൊണ്ടിരിക്കുന്ന എന്തിനാണ്? ഓക്കെ, ഒരു പഴം വേറൊരു പഴം പുഴുങ്ങുന്നു. അതെ, പെട്ടെന്ന് തന്നെ സ്റ്റാൻഡ് വാങ്ങണം, ഇല്ലെങ്കിൽ എന്റെ 2 കൈയും പോകും. 2 കൈയിലും ഫോൺ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുക ഞാൻ. 2 സ്റ്റാൻഡ് വേണം, എന്തൊക്കെ വേണം. വലിയ വലിയ എക്സ്പെൻസാ. അല്ലെങ്കിൽ പൈസ പൊട്ടി 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 കയ്യിൽ ഇപ്പൊ ഒന്നും ഇല്ലാണ്ടായി. പൊട്ടാൻ ബാക്കിയില്ല. അതെ, ഇപ്പൊ ഈ ഫുഡ് വാങ്ങാനുള്ള പൈസയും കൂടി ഞങ്ങള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത മാസം ഇരുന്ന് തെണ്ടേണ്ടി വരും. യൂട്യൂബ് എല്ലാം കിട്ടുമായിരിക്കും. തരുവോ യൂട്യൂബ്? ഞാൻ തിന്നൂല. എന്റെ പുഴിക്കോ കട്ട് ചെയ്തിട്ടല്ലേ ഇടുന്നത്? അതാണ്ട് അപ്പാടെ അതിൽ പോകില്ലല്ലോ. അത് ചെറിയ പാത്രമുണ്ട്. കുറെ സാധനം വാങ്ങുന്നുണ്ട്. പിന്നെ ഗ്യാസിന്റെ എന്താ പറയാ ലഭ്യത കുറവ് പ്രകാരം ഞങ്ങൾ ഗ്യാസ് സ്റ്റൗ ഇതാ തട്ടിന്റെ താഴെ വെച്ചിട്ടുണ്ട്. ഗ്യാസ് കിട്ടിയിട്ട് അത് പുറത്തേക്ക് എടുക്കണം. അത് എന്നെ കൊണ്ടുപോവാ എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. വണ്ടി എഴുതാനോ? ഇന്നലെ ഇച്ചിരി മഴ പെയ്തു, അപ്പൊ അവന്റെ വണ്ടി കുറച്ച് ചളിയായി. അത് കഴുകണ്ടിട്ട് പോവാ. കുറച്ചിലടാ ചളിയുള്ളൂ, കുറച്ച് ചളിയല്ലേ ഉള്ളൂ. അങ്ങനെ കുളിപ്പിക്കൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കൊണ്ടല്ലേ പർച്ചേസിന് കൊണ്ടല്ലേ ഫോൺ കുളിച്ചിട്ടില്ല. 2 നേരം വണ്ടീനെ കുളിപ്പിക്കും. കഴുകിയിട്ട് തൃപ്തിയാണ്ട് കയറി വരിക. കഴിഞ്ഞോ? ഓക്കെ അല്ലേ?
നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. മുട്ടയും പഴവും പുഴുങ്ങിയ പഴവും ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ. എടാ അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ. നമ്മൾ സാധനം വാങ്ങാൻ പോവാണ്. ഇനിയിപ്പോൾ സാധനം വാങ്ങിയിട്ട് തിരിച്ചു വന്നിട്ട് വേണം എല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ അല്ലേ. താക്കോൽ കഴിഞ്ഞ് ചിലവിൻ്റെ ദിവസം പിന്നെ വീട്ടിലേക്കുള്ള സാധനം വാങ്ങണം. അരി കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ആട്ടയും പിന്നെ പഞ്ചസാര കാര്യങ്ങൾ ഫുഡ് ഒക്കെ ഉള്ള എല്ലാ ഐറ്റംസൊക്കെ ഒന്ന് വാങ്ങണം. അതൊരു വണ്ടിയിൽ എണ്ണ അടിക്കണം. ആ വണ്ടി ആണെച്ചാൽ ഒരു ലോഡ് എണ്ണ കുടിക്കുകയും ചെയ്യും. അപ്പോൾ ബാക്കി സൂപ്പർ മാർക്കറ്റ് പോയിട്ട് ഇയാൾ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി. ഇനിയിപ്പോൾ എന്താ പറയുക, എല്ലാം എടുത്തൊന്നും നോക്കി ന്യൂട്രലൊക്കെ ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട്. പക്ഷേ വാങ്ങാനുള്ള ക്യാഷ് ഇപ്പോൾ നമ്മളെ ബഡ്ജറ്റ് ഇല്ല. എല്ലാത്തിൻ്റെയും കൂടി ബഡ്ജറ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. ചെക്കന്മാരെല്ലാവരും കൂടി അതിൻ്റെയൊക്കെ സ്പീഡ് ഉണ്ട്. അപ്പോൾ ഇത് മാത്രം ഞാൻ നോക്കി വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ എവിടെ നോക്കിയിട്ട് അതൊക്കെ ഒന്ന് വാങ്ങിയെടുക്കണം. നോക്കട്ടെ ഇവിടെ എന്തൊക്കെയാണ് ഒന്നും നോക്കാനുള്ള സ്ഥാപനങ്ങളൊന്നും ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഏതെടുക്കുന്നുള്ള കൺഫ്യൂഷൻ ഇല്ല. സാധാരണ എന്തെങ്കിലും ലിസ്റ്റ് വാങ്ങിയിട്ട് പോകാന്നുള്ളതാണ്, വേറൊന്നുമില്ലല്ലോ. എന്തെങ്കിലും വില കാണുമ്പോൾ സങ്കടമാണ്. അങ്ങനെ കൺഫ്യൂഷൻ എല്ലാം മാറി ഞാൻ സാധനങ്ങളുടെ ലിസ്റ്റുള്ള ഓരോന്നോരോന്നും തപ്പിപ്പിടിച്ച് എല്ലാം കൊട്ടയിലാക്കി തുടങ്ങി. എനിക്ക് പേയ്മെന്റ് നടത്തിയിട്ട് വേണം നേരെ തിരിച്ച് റൂമിലേക്ക് പോകാൻ. ബാക്കി അതിന് ശേഷം റൂമിൽ പോയിട്ട് ബാക്കിയുള്ളവർ കാണാം. ഇത് ഉണ്ടാക്കുന്നതും ഇതിനൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് റൂമിൽ നല്ലതിനെ പറ്റും. അല്ലാണ്ട് ഇവിടെ നമ്മൾ അതുണ്ടാക്കും ഇതുണ്ടാക്കുന്നൊക്കെ ഇവനും പറയും ഞാനും പറയും. രണ്ടാമതും കൃത്യമായിട്ട് ഒരു ഭാഗം അറിഞ്ഞൂടാ. ഹലോ ഗായ്സ്, എന്തൊക്കെയാണ് സുഖല്ലേ? ഇത് പറയാൻ വേണ്ടി വന്നു. എടുക്കാനോ ഒരു ബന്ധമില്ലാത്ത ഞാൻ രണ്ടാളും കൂടി ഇത്രയും സാധനം പർച്ചേസിങ് ചെയ്തിട്ട് തിരിച്ച് പോകേണ്ടിയിരുന്നിരിക്കുകയാണ്. എന്താന്നൊരു പിടുത്തമില്ല. എന്നാലും ബാക്കിയെല്ലാം കുക്കിങ്ങിൽ ഇയാൾ സെറ്റ് ഓഫ് ചെയ്യും മൊത്തത്തിൽ. രാവിലെ മാഗി ഉണ്ടാക്കിയത് അടുത്ത ബ്ലോഗിൽ കാണാം. നമ്മളെ ഇന്നത്തെ പർച്ചേസ് കഴിഞ്ഞ് ഒരു വലിയൊരു ബില്ലും തന്ന് അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റും കിട്ടി. അങ്ങനെ സന്തോഷമായി. ഞാൻ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. പോരടാ. അപ്പം നമ്മളെ റൂമിൽ തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പം നമ്മൾ റൂമിൽ തിരിച്ചെത്തി. ഇനി ഈ സാധനങ്ങളൊക്കെ അതാത് സ്ഥാനത്ത് വെച്ചിട്ട് വേണം ബാക്കിയുള്ള വർക്കൊക്കെ തുടങ്ങാൻ. തിന്നാനുള്ള എന്താ ഉണ്ടാക്കണം. ഉച്ച സമയമായി. ഉച്ചയ്ക്കുള്ളവർ എന്താ ഉണ്ടാക്കണം. അതുപോലെ വൈകുന്നേരത്തേക്ക് സ്നാക്സിന് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വരണം. റൂം ക്ലീൻ ചെയ്യണം. ഇന്നലെ പറയുന്നത് ക്ലീൻ ചെയ്യണമെന്ന് ഇതുവരെ ആയിക്കില്ല. ഇപ്പം ഇങ്ങനെ നോക്കട്ടെ. എടാ ഇന്ന് ക്ലീൻ അല്ലേ? ഇന്ന് ക്ലീൻ ആക്കൂലേ റൂം? ഇന്ന് ക്ലീൻ ആക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അതെന്ന് വെച്ചാൽ ഇന്ന് ഫുള്ളായിട്ട് ഞങ്ങളെ പർച്ചേസും കാര്യങ്ങളും പിന്നെ പോരാത്ത തന്നെ റൂം വൃത്തിയാക്കലും വെള്ളം കയറിക്കൊണ്ടിട്ട് അങ്ങനെ റൂമിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ലാസ്റ്റ് എൻ്റെ വീഡിയോ നമ്മൾ നേരെ ഞാൻ ബൈക്ക് എടുത്ത് ബീച്ചിലേക്ക് വന്ന് എനിക്ക് കുറച്ച് നേരം ബീച്ചിൽ പോയി ഇരുന്നിട്ട് ഇത് ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്തു. ബീച്ചിൽ പോയിട്ട് അവസാനം വീഡിയോ എൻ്റെ വെച്ച് ഞാൻ ഇവൻ കാരണം ഓൾ കാരണം ബിസിനസ് പാർക്കിൽ കൂടുതലും മാച്ച് കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ മാച്ചോട് കൂടി ഞാൻ ഇന്നത്തെ ദിവസം അവസാനിക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ കൂട്ടണ്ട, ഇപ്പൊ പറഞ്ഞതാണ് ഒറിജിനൽ. ബൈ ബൈ ഫ്രണ്ട്സ്. ബൈ. അപ്പൊ ശരിക്കും ബൈ.